ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരം വിജയിച്ച പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ ഇറങ്ങുന്നത്. 23-ാം തീയതിയാണ് രണ്ടാമത് ടെസ്റ്റ് മത്സരം നടക്കുന്നത്. ഈ മത്സരം കൂടി വിജയിച്ചാൽ മാത്രമാണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ഫൈനൽ കളിക്കാനുള്ളൊരു ചാൻസ് ഒരുങ്ങുകയുള്ളൂ. ആദ്യത്തെ മത്സരത്തിൽ ബാറ്റിങ്ങിലും ബോളിങ്ങിലും മികവ് കാട്ടിയ ഇന്ത്യ 2-3 മാറ്റങ്ങളോട് കൂടിയിട്ടാണ് രണ്ടാമത് ടെസ്റ്റ് മത്സരത്തിൽ ഇറങ്ങാനായിട്ട് പോകുന്നത്. രണ്ടാമത് ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യക്കായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് യശസ്വി ജയ്സ്വാളും KL രാഹുലും കൂടിയിട്ട് തന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിൽ ജയ്സ്വാളിന് കാര്യമായിട്ടൊന്നും നേടാനായില്ലെങ്കിലും കുറേ മത്സരങ്ങളായിട്ട് അദ്ദേഹം നല്ല രീതിയിൽ തന്നെയാണ് ടെസ്റ്റ് മത്സരങ്ങൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയും KL രാഹുലിനെയും കൂട്ടിയിട്ട് തന്നെ ആയിരിക്കും ഓപ്പൺ ചെയ്യിപ്പിക്കാനായിട്ട് പോകുന്നത്. മൂന്നാമതായിട്ട് ഇറങ്ങുന്നത് പടിക്കലാണ് വെറും 3 മത്സരങ്ങൾ കൊണ്ടാണ് ദേവദത്ത് പടിക്കൽ ടെസ്റ്റ് ടീമിൽ തൻ്റെ പൊസിഷൻ ഉറപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ആ ഒരു 3ാമത് പൊസിഷനിൽ പുജാര പോയതിന് ശേഷം ഏറ്റവും നല്ലൊരു ബാറ്റ്സ്മാൻ എന്ന ഒരു മികവ് കൂടിയിട്ട് കയ്യിലെടുത്തിരിക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 4ാമതായിട്ട് ഇറങ്ങുന്നത് ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ശുഭ്മാൻ ഗില്ലാണ് 5ാമത് പൊസിഷനിലായിട്ട് വിക്കറ്റ് കീപ്പർ കൂടിയായിട്ടുള്ള ഋഷഭ് പന്താണ് ഇറങ്ങുന്നത്. 6ാമത് പൊസിഷനിൽ ധ്രുവ് ജുറലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹത്തിനെ മാറ്റിയിട്ട് സർഫറാസ് ഖാനെ ടീമിലേക്ക് കൊണ്ടുവരുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 6ാമത് പൊസിഷനിലായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് രവീന്ദ്ര ജഡേജയാണ്. ഓൾറൗണ്ടർ കൂടിയായിട്ടുള്ള അദ്ദേഹം ബാറ്റിങ്ങിൽ നല്ല മികവ് കാണിക്കാറുണ്ട് പിന്നീട് അങ്ങോട്ട് ബോളിംഗ് സെക്ഷനിൽ നോക്കുന്ന സമയത്ത് മാനവ് സുധർ, മുഹമ്മദ് സിറാജ്, സെറാൻഷ് ജെയിൻ, അക്യൂബ് നബി എന്നിവരൊക്കെ ആയിരിക്കും ഇറങ്ങാനായിട്ട് പോകുന്നത്. 1ാം മത്സരത്തിലെ ഫേസ് ബോളിംഗ് അറ്റാക്കിനെ ചുക്കാൻ പിടിച്ച പ്രസിദ്ധ് കൃഷ്ണനെ മാറ്റി അക്യൂബ് നബിനെ ടീമിലേക്ക് കൊണ്ടുവരുന്ന എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, സ്പിൻ അറ്റാക്കിൽ 3 ബൗളർമാരും ജഡേജ ആണെങ്കിലും കുൽദീപ് യാദവ് ആണെങ്കിലും മാനവ് സുധർ ആണെങ്കിലും ലെഫ്റ്റ് ഹാൻഡർമാരായതുകൊണ്ട് തന്നെ അവിടെ ഒരു റൈറ്റ് ഹാൻഡർ ബൗളറിനെ കൊണ്ടുവരും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അങ്ങനെയാണ് സെറാൻഷ് ജെയിൻ ടീമിലേക്ക് വരുന്നത് കുൽദീപ് യാദവിന് പറയണ്ട. അതോടുകൂടി തന്നെ ബൗളിംഗ് നിരയിൽ വലിയൊരു മാറ്റമാണ് അവിടെ കാണുന്നത്.